ഈ ചിത്രം ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് വലിയ ഒരു മാറ്റവും ഉണ്ടായില്ല. സാധാരണ ഒരു ചിത്രത്തെ പോലെ അതവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിയുടെ കരിയർ, ജോലി, വിദ്യാഭ്യാസം, കല, കായികം, സാമ്പത്തിക അഭിവൃദ്ധി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ വളരെ വലിയ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട് പല വ്യക്തികൾക്കും. പക്ഷെ അതിനൊരു സ്ഥാനമുണ്ട്, അതിനൊരു വെക്കേണ്ട രീതിയുണ്ട്. ഇത് അറിയാതെയാണ് നമ്മൾ വെക്കുന്നതെങ്കിലാണ് നമുക്ക് ഈ പറയുന്ന പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാകാതെ ഇരിക്കുന്നത്. നമസ്തേ രുദ്രധാര. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഒരു വിഷയം വാസ്തുവിൽ പരാമർശിക്കപ്പെടുന്ന ഒരു ചിത്രത്തെക്കുറിച്ചാണ്. ആ ചിത്രം എന്ന് പറയുന്നത് 7 കുതിരകളാണ്. 7 കുതിരകളുടെ ചിത്രം നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. പല വീടുകളിലും, പല ഓഫീസുകളിലും, പല സ്ഥാപനങ്ങളിലും വെക്കുന്നത്. പലരും പറയാറുണ്ട്, ഈ ചിത്രം വെച്ചിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റം ഉണ്ടായില്ല എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ അത് വെക്കേണ്ട രീതിയിൽ തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിനകത്തുള്ള ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്കും ആ കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികളിലേക്കും എത്തുകയുള്ളൂ. ആദ്യം തന്നെ ഞാൻ പറയാം, ഈ കുതിരകൾ എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് സൂര്യദേവന്റെ വാഹനവുമായിട്ടാണ്. ആ സൂര്യദേവന്റെ വാഹനമായ ഈ കുതിരകളെ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുന്ന ചിത്രം എങ്ങനെയുള്ളതാണ് എന്ന് നോക്കുക. ചിലര് കറുപ്പ് കുതിരകളെ, ബ്ലാക്ക് ഹോഴ്സിനെ ചൂസ് ചെയ്യാറുണ്ട്. ചിലര് വൈറ്റ്, ചിലര് ക്രീം കളർ ഇങ്ങനെ എടുക്കാറുണ്ട്. എപ്പോഴും നല്ല റിസൾട്ട് പറയപ്പെടുന്നത് വൈറ്റ് ഹോഴ്സസ് തന്നെയാണ്, വെള്ളക്കുതിരകൾ തന്നെയാണ്. അതിനേക്കാൾ പ്രാധാന്യം അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയുള്ളതാണ് എന്ന് ശ്രദ്ധിക്കുക. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു കാരണവശാലും പൊടി നിറഞ്ഞ ഒരു അന്തരീക്ഷമാകാൻ പാടില്ല, കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാകാൻ പാടില്ല. അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ്, കൊടുങ്കാറ്റ്, അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ആ ചിത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ എന്തായിരിക്കണം ഉണ്ടാവേണ്ടത്? അതുപോലെ സന്ധ്യാനേരമാകാൻ പാടില്ല, അസ്തമയ സൂര്യൻ പാടില്ല, ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ചിത്രമായിരിക്കണം, പശ്ചാത്തലം എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു ചിത്രം അതിനകത്തുണ്ടായിരിക്കണം. സൂര്യൻ ഉദിച്ചു വരുന്നതും അതുപോലെ തന്നെ പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷവും ആയിരിക്കണം. അടുത്തതായിട്ട് ചിന്തിക്കേണ്ടത് എത്ര കുതിരകൾ, 7 കുതിരകൾ എന്ന് ഞാൻ പറഞ്ഞു. ചിലർ സിംഗിൾ ആയിട്ടുള്ള ഒറ്റ കുതിര വെക്കുന്നുണ്ട്. എല്ലായ്പ്പോഴും ഒറ്റ സംഖ്യ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും പ്രാധാന്യം 7 കുതിരകൾക്കാണ്. ഇനി കുതിരകളെ എല്ലാം ചിത്രത്തിൽ വ്യക്തമായി കണ്ടിരിക്കണം. പല ദിശയിലേക്ക് ചിതറി ഓടുന്ന കുതിരകൾ ആകാൻ പാടില്ല. എല്ലാം ഒരേ ദിശയിലേക്ക് ഒരേപോലെ പോകുന്ന കുതിരകളെ മാത്രം വേണം തിരഞ്ഞെടുക്കാൻ. തിരഞ്ഞെടുപ്പിന്റെ കാര്യം മാത്രം പറയാണ്. അതുപോലെ പശ്ചാത്തലത്തിൽ ചന്ദ്രന്റെ ഇത് വരുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ചിത്രം തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് നമ്മുടെ വീട്ടിൽ സമാധാനം, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അത് മാത്രമാണ് അത്തരത്തിലുള്ള കുതിരകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ചിത്രം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കുതിരകൾ ഞാൻ പറഞ്ഞു ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നവയായിരിക്കണം. അതുപോലെ കുതിരകളുടെ മുഖത്ത് യാതൊരു കാരണവശാലും രൗദ്രഭാവം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചിത്രത്തിൽ പറയാനുള്ളത്, അല്ലെങ്കിൽ ആ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. നല്ല അന്തരീക്ഷമായിരിക്കണം ആ ചിത്രത്തിൽ. ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു മാനസിക സംതൃപ്തി, ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നണം. ഇനി അടുത്തതായിട്ട് ഇത് എവിടെയാണ് വെക്കേണ്ടത്? നിങ്ങൾ വെക്കുമ്പോൾ ഒരു കാരണവശാലും
പ്രധാന വാതിലിന് നേർക്ക് വയ്ക്കാൻ പാടില്ല. കയറി വരുമ്പോഴേ ഇത് കാണാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. പ്രധാന വാതിലിന്റെ നേർക്ക് ഇത് വെക്കരുത്. പിന്നെ എവിടെയാണ് വെക്കേണ്ടത്? ഇതിന്റെ പ്രധാന സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് ഭാഗമാണ്. തെക്ക് ഭാഗത്താണ് 7 കുതിരകളെ വെക്കേണ്ടത്. തെക്ക് ഭാഗത്ത് തന്നെയാണെങ്കിൽ കൂടുതൽ ഐശ്വര്യം എന്ന് പറയപ്പെടുന്നുണ്ട്. തെക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു ഭിത്തിയില്ല, തെക്ക് ഭാഗത്ത് വെക്കാൻ നമുക്കൊരു ഭിത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിഴക്ക് ഭാഗം ചൂസ് ചെയ്യാം. കിഴക്ക് ഭാഗത്തെ ഭിത്തിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന കുതിരയുടെ ചിത്രം നിങ്ങൾക്ക് സ്ഥാപിക്കാവുന്നതാണ്. ഇനി എവിടെ സ്ഥാപിക്കാൻ പാടില്ല? യാതൊരു കാരണവശാലും പൂജാമുറിയിൽ ഇത് സ്ഥാപിക്കരുത്. ആത്മീയ ഊർജം, അതായത് പൂജാമുറിയിൽ തങ്ങി നിൽക്കുന്ന ആത്മീയ ഊർജമാണ്. അപ്പം അതും ഇതും തമ്മിൽ എന്തുണ്ടാകും? ഒരു ക്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ പൂജാമുറിയിൽ ഇത് വയ്ക്കരുത്. ഇനി അടുത്തത് രണ്ടാമതായിട്ട് പരാമർശിക്കപ്പെടുന്നത് പഠനമുറിയിലാണ്. പഠനമുറിയിലും ഇത് വയ്ക്കാൻ പാടില്ല. മൂന്നാമതായിട്ട് കിടപ്പ് മുറി. ഈ പറയുന്ന 3 സ്ഥാനങ്ങളും ഒഴിവാക്കുക. അപ്പോൾ പ്രധാനമായിട്ടും ഇത് എവിടെ വേണമെന്ന് മനസ്സിലായി? നമ്മുടെ ഹാളിൽ വേണമെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ലിവിംഗ് റൂമിൽ വേണമെന്ന് മനസ്സിലായി. ഇനി പിന്നെ എവിടെ വെക്കാൻ പറ്റും? നമുക്കിത് നമ്മുടെ ഓഫീസ് റൂമിൽ വെക്കാൻ സാധിക്കും. ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സ്ഥാനങ്ങളെ കുറിച്ച് പറയപ്പെടുന്നത്. ഈ പറയുന്ന സ്ഥാനത്ത് ഇതേപോലെയുള്ള കുതിരകളാണ് നിൽക്കുന്നതെങ്കിൽ എന്താണ് പ്രത്യേകത? അതുകൂടി പറയാം. ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും? റിസൾട്ട് എന്ന് പറയുന്ന വേറൊന്നുമല്ല, നിങ്ങൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് ആ മേഖലയിലെ ഉന്നതി. പ്രധാനമായിട്ടും തെക്ക് വശത്താണ് വയ്ക്കുന്നതെങ്കിൽ തെക്ക് വശത്ത് പറയപ്പെടുന്നത് പ്രശസ്തിയാണ്. പ്രശസ്തി. അതുപോലെ ധനാഗമനം പറയുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക ഉയർച്ച പറയപ്പെടുന്നുണ്ട്. സാമൂഹിക ഐക്യം പറയപ്പെടുന്നുണ്ട്. അംഗീകാരം പറയപ്പെടുന്നുണ്ട്. ബുദ്ധിശക്തി പറയപ്പെടുന്നുണ്ട്. കായിക മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വളർച്ച ദ്രുത ഗതിയിൽ ആയിരിക്കും. നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും നല്ല ഒരു വളർച്ച ഉണ്ടാകും. ഇവിടെ നാളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല. വാസ്തുവിൽ നാളുകളെക്കുറിച്ചോ മറ്റ് ഒന്നിനെക്കുറിച്ചും ഈ ചിത്രത്തിന്റെ കാര്യത്തിൽ പരാമർശിക്കപ്പെടുന്നില്ല. അപ്പോൾ നമുക്കത് വെക്കാം. പഠനമുറിയിൽ യാതൊരു കാരണവശാലും വെക്കരുത് കേട്ടോ. പൂജാമുറി, ടോയ്ലറ്റ്, അതുപോലെ ടോയ്ലറ്റിന്റെ വാതിലിന് നേരെയും ഇത് വരാൻ പാടില്ല. അപ്പൊ എവിടെയാണ് വെക്കേണ്ടത് മനസ്സിലായി? ഒന്നുകിൽ കിഴക്ക് അല്ലെങ്കിൽ തെക്ക്. ഉത്തമം തെക്ക്. എവിടെ? ലിവിംഗ് റൂം. ഇത്രയും കാര്യങ്ങളെ ഇതിനകത്ത് ഉള്ളൂ. അപ്പൊ ഇത്രയും ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അനുസരിച്ചാണ് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് ഈ ചിത്രത്തിലൂടെ ഉണ്ടാകും, അല്ലെ? സൂര്യൻ ഉദിച്ചു വരുന്നതാണ് ഏറ്റവും ഉത്തമമായ ചിത്രം എന്ന് പറയുന്നത്. അതുപോലെ സൂര്യന്റെ ചിത്രം പിന്നിലും കടൽ കരയിലൂടെ കുതിര ഓടുന്നതും കൂടിയാണ് എന്നുണ്ടെങ്കിൽ ഊർജത്തിന്റെ ആവാഹനം നടക്കപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. ഊർജത്തിന്റെ ആവാഹനം നടക്കപ്പെടും. അപ്പോഴത്തേക്ക് വളർച്ച ദ്രുതഗതിയിലേക്ക് മാറുകയും ചെയ്യും. അങ്ങനെ ഒരു ചിത്രമാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ. അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിൽ മാത്രം സ്ഥാപിക്കുക. എന്നാൽ സ്ഥാനം മാറിയാണ് വെക്കുന്നതെങ്കിൽ, ഈ നിയമങ്ങൾക്ക് അനുസൃതമല്ലാത്ത രീതിയിൽ വിപരീതമായിട്ടാണ് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിപരീത ഫലങ്ങൾ ഉണ്ടാകും. നമ്മൾ വീട്ടിൽ വെക്കുന്ന ചിത്രങ്ങളെല്ലാം ഒരിക്കൽ കൂടി ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഇതെല്ലാം വെക്കാനായിട്ട് കേട്ടോ. ദൈവങ്ങളുമായിട്ട് ഒരു റിലേഷനുമുള്ള ഈ സംഭവത്തിനില്ല. കാരണം ഈശ്വരന്മാരുടെ ചിത്രം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഇത്തരത്തിലുള്ള വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ചില ചിത്രങ്ങളുണ്ട്, അല്ലേ? ഫോർ എക്സാമ്പിൾ ഫിനിക്സ് പക്ഷി, അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ വെക്കുന്നതിന് ഒരു സ്ഥാനം വാസ്തു നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഒപ്പം പറയുന്നുണ്ട് സ്ഥാനം മാറുമ്പോൾ എന്തൊക്കെയാണോ ഇതിന്റെ പോസിറ്റിവിറ്റി അതെല്ലാം നെഗറ്റീവായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്കറിയാമെങ്കിൽ ഒന്നുകിൽ വെക്കാൻ പോകരുത്, അഥവാ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് വെക്കുന്നെങ്കിൽ യഥാസ്ഥാനത്ത്
വെക്കുക. അപ്പോൾ യഥാസ്ഥാനത്ത് വെക്കുന്നതിലൂടെ ആ വ്യക്തിക്ക്, ആ കുടുംബത്തിന് നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും, പ്രോസ്പെരിറ്റി ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ചിത്രം കേവലം ഇപ്പോൾ ഫ്ലിപ്കാർട്ട് അങ്ങനെയൊക്കെയുള്ള പല ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നമുക്ക് ഈ ചിത്രം മേടിക്കാൻ കിട്ടും. വലിയ വിലയൊന്നുമില്ല ഇതിന്. അപ്പോൾ അത് ഒരു കാരണവശാലും നിങ്ങൾ വെറും പേപ്പറിനകത്തുള്ളത് ആകാതിരുന്നാൽ മതി. ചെറിയ ഫ്രെയിമൊക്കെ ഉള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത്. വെറും പേപ്പറിനകത്തുള്ളതാകാതിരുന്നാൽ മതി. പെട്ടെന്ന് നശിച്ചു പോകുന്നതാവാതിരിക്കുക. പിന്നെ മുറിയുടെ വലിപ്പം അനുസരിച്ച് ഇച്ചിരി വലുതായിരിക്കണം വാങ്ങുന്നത്. ചെറിയ ലിവിംഗ് റൂം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുത് മതി. അപ്പം വലിയ റൂമും ചെറിയ ചിത്രം ആവരുത്, കുറച്ച് ഏകദേശം രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന രീതിയിൽ ഉള്ളതൊക്കെ ആയിരിക്കണം. ഒരു ഭിത്തി മുഴുവൻ നിൽക്കണമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അത്തരത്തിൽ നമുക്ക് വീഴ്ച വെച്ചാൽ നമുക്കൊരു ശതമാനമെങ്കിലും ഒരു ഉയർച്ച നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത്, നമ്മുടെ ജോലിയിൽ, ബിസിനസ് മേഖലയിൽ, അതുപോലെ നമ്മൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് ആ മേഖലയിലൊക്കെ പ്രശസ്തിയും അംഗീകാരവും ധനാഗമനവും ജീവിതത്തിൽ ഇന്നലെ എന്തായിരുന്നു അതിൽ നിന്ന് 1% വളർച്ച ഇന്ന്, അതിൽ നിന്ന് വീണ്ടും 1% വളർച്ച നാളെ എന്നുള്ളത് അല്ലേ? എല്ലാ മനുഷ്യനും ചിന്തിക്കുന്ന അങ്ങനല്ലേ? ഇന്നലത്തേക്കാൾ നന്നായി ഇന്ന് ജീവിക്കണം, ഇന്നത്തേക്കാൾ നന്നായി നാളെ ജീവിക്കണം എന്നുള്ളത്. അപ്പൊ ആ ഒരു സിസ്റ്റത്തെ കുറിച്ചാണ് കുതിരകളുടെ ചിത്രത്തിലൂടെ പറയപ്പെടുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ലളിതമായി തന്നെയാണ് പറഞ്ഞത്. മനസ്സിലായി കാണും എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ സംസാരിക്കുന്ന കാരണം ശാരീരികമായിട്ട് ഇത്ര സുഖമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊക്കെ ക്ലിയർ ആയി കാണും എന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.